സർ, ചിലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഭയങ്കര സിമ്പിളാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പാവം പോലെയൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, പക്ഷേ അവരുടെ ആക്ഷൻസിലേക്ക് വരുമ്പോൾ ഒരു അതിനൊക്കെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. അവരുടെ വേർഡ്സും ആക്ഷൻസും തമ്മിലൊരു മാച്ചേ കാണത്തില്ലായിരിക്കും. ആ ഒരു മിസ്മാച്ച് പലപ്പോഴും എന്തുകൊണ്ടായിരിക്കും സർ? ഇതൊരു പ്രത്യേകതരം പേഴ്സണാലിറ്റിയാണ്. ഈ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ വിചാരിക്കുന്ന വളരെ സിമ്പിളായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ, സിംപ്ലിസിറ്റിയോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരും ഇവരെ സ്നേഹിക്കുന്നു. പക്ഷേ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം എന്ന് പറയുന്നത് വേറെ സംഭവം. അതിൻ്റെ പേരിൽ തന്നെ ഇവർക്ക് ഒരു റിയാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ സിംപ്ലിസിറ്റി കീപ്പപ്പ് ചെയ്യാൻ പറ്റാതെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ സംസാരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് സംസാരിക്കും. പക്ഷെ ആ കാര്യം നടത്തുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അത് റിയാലിറ്റിയിലേക്ക് ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് അത് വരുന്നതിനെ കുറിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ അവർക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടപ്പെടാതെ വരും. അവർക്കത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. ഇപ്പം എനിക്കറിയാവുന്ന ഒരു ജെന്റിൽമാൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരുപാട് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുന്നതാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം സംസാരിക്കും, ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ പ്രോഗ്രാം കോർഡിനേഷനിലേക്ക് അങ്ങോട്ട് കടന്നു കഴിയുമ്പം ഇയാൾ എല്ലാവരോടും ഉടക്കും. ഉടക്കാന്ന് പറഞ്ഞാൽ പുള്ളി സിമ്പിളല്ല, ബേസിക്കലി സിമ്പിളി പറയുന്ന സമയത്ത് ഇയാൾ സിമ്പിളായിട്ടുള്ളൂ. ഇയാൾ ആക്ഷനിലേക്ക് വരുമ്പോൾ സിമ്പിളായിട്ടുള്ള മനുഷ്യനല്ല. ഇയാൾക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പറ്റത്തില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യന്മാരോട് സംസാരിക്കേണ്ടത് അറിയത്തില്ല. അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ ആ ഒരു അഭിനയമാണ്, അയാൾ അഭിനയിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെ കയ്യിലെടുക്കാൻ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയാം. ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും, പക്ഷേ ലാസ്റ്റ് ഇംപ്രഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റത്തില്ല. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർ ജീവിതത്തിൽ പരാജയമായിരിക്കും. ഒരു നിർബന്ധമായിട്ടും ഒരു ലൈഫ് കോച്ചിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലുള്ള സെഷൻസ് അവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അത് സോൾവ് ആക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ സർ, താങ്ക് യു.